ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ 4 മരണം. ഇനിയും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് 100ഓളം പേരെന്ന സംശയം. 10ഓളം സൈനികരെ കാണാതായെന്നും റിപ്പോർട്ടുണ്ട്. ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ശരത്ലാൽ ഉണ്ട് വിവരങ്ങളുമായി. ശരത്ത്, നിലവിലെ അവിടുത്തെ അവസ്ഥ എന്താണ്? രക്ഷാപ്രവർത്തനം ഏതു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? വിശദാംശങ്ങൾ. വളരെ വലിയ മഴ ഇപ്പോഴും തുടരുന്നു എന്നാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഈ സംഭവം നടന്ന സംഭവ സ്ഥലത്ത് നിന്ന് 40 കിലോമീറ്റർ അകലെ നമ്മളും കുടുങ്ങിക്കിടക്കുകയാണ്. എല്ലാ റോഡുകളിലേക്കും മലവെള്ളപ്പാച്ചിലാണ്. അതുകൊണ്ട് തന്നെ ഈ മലവെള്ളപ്പാച്ചിൽ നമുക്ക് കാണാൻ പറ്റും. വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. നമുക്ക് കാണുന്ന വാഹനം അത് മലയാള മാധ്യമം പുറത്ത് വാഹനമാണ്. അത് കൊടുത്ത മഴയിലേക്കാണ് വാഹനം ഇപ്പോൾ അല്പസമയം കൊണ്ട് തന്നെ വെള്ളപ്പാച്ചിൽ ഉൾപ്പെട്ട ഒരു വാഹനമാണ് നമ്മൾ കാണുന്നത്. ആ വാഹനത്തിന് മുകളിൽ കൂടി അഖിലാഖണ്ഡ വാഹനത്തിന് മുകളിൽ കൂടി വെള്ളം പൊങ്ങുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം. ആ വാഹനം ഇപ്പോൾ മഴവെള്ളപ്പാച്ചിൽ കുടുങ്ങിയിരിക്കുകയാണ്. അഖില കുറച്ച് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാറുകയാണ്. കാരണം ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ മറ്റൊരു തരത്തിലേക്ക് എത്തും. വെള്ളം വരികയാണ് വളരെ കൂടുതലായിട്ട്. അപ്പോൾ ഇങ്ങോട്ട് വരും. അത് വളരെ ശക്തമായ മഴവെള്ളപ്പാച്ചിൽ വരുന്നു. അതുകൊണ്ട് വളരെ ശക്തമാണ് മഴവെള്ളപ്പാച്ചിൽ. അതിലേക്ക് വെള്ളം വരുന്നു. നമ്മളെ ക്യാമറമാൻ ഇങ്ങോട്ടേ പോരൂ. കാരണം മഴവെള്ളമാണ്, വാഹനം കൊല്ലിയാണ് ഇവിടെ മഴവെള്ളം പൊടിക്കണ. വളരെ ആപൽക്കരമായ സംഭവ വികാസങ്ങളാണ് നമ്മൾ കാണുന്നത്. വെള്ളം കുത്തിയൊഴിച്ച് വാഹനങ്ങൾക്ക് നേരെ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം എങ്ങോട്ടാണ് വരുന്നത് എന്നുള്ളതാണ് വളരെ വലിയ ഒരു പ്രശ്നം. അപ്പം വാഹനങ്ങൾ അതിശക്തമായി നിൽക്കുകയാണ്. അപ്പോൾ അഖില, ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇനി എപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് മലവെള്ളപ്പാച്ചിൽ ശക്തിയാവുക? ഒരു വാഹനം ആ മലവെള്ളപ്പാച്ചിൽ കിടക്കിയിട്ടുണ്ട്. കാരണം ആ മലയാളം വാഹനമാണ് എന്നാണ് നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ വാഹനമാണ്. ഏഷ്യാനെറ്റ് സഞ്ചരിച്ച വാഹനമാണ് ഇപ്പോൾ മലവെള്ളപ്പാച്ചിൽ പെട്ടിരിക്കുന്നത്. ഏതായാലും ശരി ശരത്ലാല്, ഉത്തരാഖണ്ഡിലെ ഗതാഗത സംവിധാനങ്ങൾ ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശക്തമായ മഴ തുടരുകയാണ്. മണ്ണിടിച്ചിൽ പലയിടങ്ങളിലുമുണ്ട്. മലവെള്ളപ്പാച്ചിലുണ്ട്. അതിലിപ്പോൾ വാഹനം കുടുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ശരത്തിലേക്ക് വരാം. മേഘവിസ്ഫോടനത്തിൽ 4 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് 100ഓളം പേരെന്നാണ് സംശയം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വൈദ്യുത ബന്ധവും ഇന്റർനെറ്റ് അടക്കമുള്ള സേവനങ്ങളും പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത്ലാൽ.